ജിയോ പോളിറ്റിക്സ് ഒരു വമ്പൻ റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ശത്രുക്കൾ മിത്രങ്ങളാകും, മിത്രങ്ങൾ ശത്രുക്കളാകും. ഇതായപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വണ്ടി കയറി സാക്ഷാൽ നോർത്ത് കൊറിയയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഷി ജിൻപിങ് നോർത്ത് കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. 2026 ചൈനീസ് പ്രസിഡന്റ് നടത്തുന്ന ആദ്യത്തെ വിദേശ സന്ദർശനം കൂടിയാണിത്. ലോക നേതാക്കൾ മുഴുവൻ ബീജിംഗിലേക്ക് വന്ന് ഷി ജിൻപിങ്ങിനെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ ഷി ജിൻപിങ് ഇങ്ങോട്ട് വന്ന് കിം ജോങ് ഉന്നിനെ കണ്ടതിന് പിന്നിൽ ഭയങ്കരമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുപോലെ ഞെട്ടി നിൽക്കുന്ന ഈ സന്ദർശനത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ചൈന ശരിക്കും എന്താണ് ലക്ഷ്യമിടുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഷി ജിൻപിങ്ങും ഭാര്യ പെങ് ലിയുവാനും പ്യോങ്യാങ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കിം ജോങ് ഉന്നും ഭാര്യ റി സോൾ ജുവും ചേർന്ന് 21 ഗൺ സല്യൂട്ടോടെ അതിഗംഭീരമായ വരവേൽപ്പാണ് നൽകിയത്. നഗരം മുഴുവൻ ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും കൊടികളും ഇരു നേതാക്കളുടെയും കൂറ്റൻ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഈ സന്ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചൈനയും നോർത്ത് കൊറിയയും തമ്മിലുള്ള 1961 ചരിത്ര പ്രസിദ്ധമായ സമാധാന സൗഹൃദ കരാറിന്റെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയുടെ 65ാം വാർഷികം പ്രമാണിച്ചിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച. ചൈന ഒപ്പിട്ടിട്ടുള്ള ഏക മിലിറ്ററി ഡിഫൻസ് കരാർ ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങാത്തം വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ആർക്കും തകർക്കാൻ പറ്റാത്ത, കാലം തെളിയിച്ച ഒരു അൺബ്രേക്കബിൾ ആൻഡ് ടൈം ടെസ്റ്റഡ് റിലേഷൻഷിപ്പ് ആണെന്നാണ് ഇരുവരും ലോകത്തോട് ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ ഈ ഒരു സൗഹൃദത്തിന് പിന്നിൽ വലിയൊരു അസൂയയും പേടിയുമുണ്ട്. ഈ വാർത്തയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും അതാണ്. ചൈനയ്ക്ക് ഇപ്പോൾ നോർത്ത് കൊറിയയോട് കടുത്ത ദേഷ്യവും ആശങ്കയുമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, റഷ്യ തന്നെയാണ്. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം നോർത്ത് കൊറിയ റഷ്യയുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. ലക്ഷക്കണക്കിന് ആയുധങ്ങളും ഏതാണ്ട് 12,000-ഓളം സൈനികരെയും കിം ജോങ് ഉൻ റഷ്യയെ സഹായിക്കാൻ യുക്രൈൻ അതിർത്തിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 2000-ലധികം നോർത്ത് കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇതിന് പകരം റഷ്യ നോർത്ത് കൊറിയയ്ക്ക് അത്യാധുനിക ന്യൂക്ലിയർ മിസൈൽ സാങ്കേതിക വിദ്യകൾ നൽകുന്നുണ്ട്. ഇതാണ് ചൈനയെ ചൊടിപ്പിക്കുന്നത്. ഇതുവരെ നോർത്ത് കൊറിയയുടെ ഒരേ ഒരു ബിഗ് ബ്രദർ ചൈനയായിരുന്നു. നോർത്ത് കൊറിയയുടെ 95% വ്യാപാരവും ചൈന വഴിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിമ്മിന് റഷ്യ എന്ന മറ്റൊരു വലിയ പാർട്ട്ണറെ കിട്ടി. കിമ്മിന്റെ ഈ ഒരു കളി കാരണം തങ്ങൾക്ക് നോർത്ത് കൊറിയയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നാണ് ഷി ജിൻപിങ്ങിന്റെ പേടി. ആ റഷ്യൻ സ്വാധീനം വെട്ടിമാറ്റാനാണ് ഷി ജിൻപിങ് ഇപ്പോൾ നേരിട്ട് എത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം. മറ്റൊരു പ്രധാന കാര്യം ഇതിന്റെ ടൈമിംഗ് ആണ്. പ്യോങ്യാങ്ങിലേക്ക് വിമാനം കയറുന്നതിന് തൊട്ടു മുൻപത്തെ ആഴ്ചകളിൽ ഷി ജിൻപിങ് ബീജിംഗിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും റഷ്യൻ പ്രസിഡന്റ് പുടിനെയും പ്രത്യേകം കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഷി ജിൻപിങ് കിമ്മിന്റെ അടുത്തെത്തുന്നത്. ഇവിടെ ഒരു മീഡിയേഷൻ ഗാംബിറ്റ് അല്ലെങ്കിൽ ഒരു അനുരഞ്ജന കളി നടക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കാൻ ഷി ജിൻപിങ് ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം റഷ്യയ്ക്ക് ഒരിക്കലും നോർത്ത് കൊറിയയ്ക്ക് അമേരിക്കയുമായുള്ള ഒരു നയതന്ത്ര പാത ഒരുക്കി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ചൈനയ്ക്ക് അത് സാധിക്കും. അതേസമയം ജൂൺ ആദ്യവാരം കിം ജോങ് ഉൻ പുതിയൊരു ന്യൂക്ലിയർ പ്ലാന്റ് സന്ദർശിച്ച് തങ്ങളുടെ ആയുധശേഷി കൂട്ടാൻ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇനി ഈ ഒരു മീറ്റിംഗിൽ ഈ ഒരു ഹൈ ലെവൽ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത് എന്നൊന്ന് നോക്കാം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാമ്പത്തികം, കൃഷി, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ വലിയ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം അടഞ്ഞുകിടക്കുന്ന അതിർത്തികൾ പൂർണ്ണമായി തുറക്കാനും പാസഞ്ചർ ട്രെയിനുകളും വിമാന സർവീസുകളും പുനരാരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതിലൂടെ നോർത്ത് കൊറിയയുടെ സാമ്പത്തിക ലൈഫ് ലൈൻ തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കുകയാണ് ചൈന ചെയ്യുന്നത്. ഷി ജിൻപിങ്ങിന്റെ ഈ ഒരു നോർത്ത് കൊറിയൻ സന്ദർശനം വെറും ഒരു സൗഹൃദം പുതുക്കൽ മാത്രമല്ല, അത് ഒരേ സമയം അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ഒപ്പം തങ്ങളെ മറികടന്ന് കളിക്കരുതെന്ന് റഷ്യയ്ക്കുള്ള കൃത്യമായ മെസ്സേജുമാണ്. കിം ജോങ് ഉൻ റഷ്യയുടെ കൂടെ പോകുമോ അതോ ചൈനയുടെ തണലിൽ തന്നെ നിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.